ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഇനിയും ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, ചേച്ചി എനിക്ക് പീരീഡ്സ് റെഗുലർ അല്ല, PCOD ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് ലാസ്റ്റ് പീരീഡ്സ് ആയത്. ഇപ്പോൾ പീരീഡ്സ് മിസ്സായിട്ട് 14 ഡേയ്സ് കഴിഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് എടുത്തു, HCG 2.5. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ പ്രഗ്നൻസിക്ക്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പീരീഡ്സ് മിസ്സായിട്ടല്ല 14 ഡേയ്സ് കഴിഞ്ഞിരിക്കുന്നത്. പീരീഡ്സ് ആയിട്ട് ഇന്നേക്ക് 14 ഡേയ്സ് കഴിഞ്ഞിരിക്കുകയാണ്. പീരീഡ്സ് മിസ്സാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത മാസം ഏത് ദിവസമാണോ പീരീഡ്സ് ആകേണ്ടത് അവിടെ തൊട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ദിവസമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഫെബ്രുവരി 26-ന് തന്നെ ലാസ്റ്റ് പീരീഡ്സ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് ഒരു 26 കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നത്. പിന്നെ പീരീഡ്സ് റെഗുലർ അല്ലാത്തതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ആണോ എന്ന് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ച് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ എന്നാലും ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ബീറ്റ HCG നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത്. അടുത്ത ചോദ്യമാണ്, എനിക്ക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പ്രോബ്ലം ഉണ്ട്. കുറേ മെഡിസിൻസ് കഴിച്ചു, ഒരു കുറവുമില്ല. എനിക്ക് പീരീഡ്സ് വരാൻ പോകുന്ന 10 ഡേയ്സ് മുമ്പ് ലോവർ അബ്ഡോമിനൽ പെയിൻ സഹിക്കാൻ പറ്റൂല, അത്രയ്ക്ക് പെയിൻ. പ്ലീസ് ഇതിനെപ്പറ്റി ഒന്ന് പറയുമോ? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് PID എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, സെർവിക്സ്, ഇതിലെല്ലാം ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും അതുമൂലം സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ എന്തായാലും PID ട്രീറ്റ് ചെയ്യണം. PID അൺട്രീറ്റഡ് ആയിട്ടിരുന്നാൽ ഫെലോപ്പിയൻ ട്യൂബിൽ സ്കാറിംഗ് ഉണ്ടായിട്ട് അത് പിന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമാകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. PIDയുടെ ആക്ച്വൽ കോസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതായത് അതനുസരിച്ച് ആന്റിബയോട്ടിക്സ് എടുക്കുക. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, എനിക്ക് 30 ഏജ് ഉണ്ട്. 2 വർഷം മുമ്പ് 3 IUI ചെയ്തു, ഫെയിലായി. ഇപ്പോൾ 2 IVF ചെയ്തു. ഫസ്റ്റ് ചെയ്തത് ഒക്ടോബർ. ബ്ലാസ്റ്റോസിസ് 3AA എംബ്രിയോ ക്വാളിറ്റിയുള്ള 2 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. HCG വാല്യൂ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ 157 ഉണ്ടായിരുന്നു. ഡോക്ടർ 1 ഡേ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വാല്യൂ 350 ഉണ്ടായിരുന്നു. നല്ല വാല്യൂ ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. ആഫ്റ്റർ 14 ഡേയ്സ് സ്കാനിങ് വരാൻ പറഞ്ഞു. ബട്ട് സ്കാനിങ്ങിന്റെ തലേ ദിവസം ബ്ലീഡിംഗ് ആയി. ആ സമയത്തും HCG വാല്യൂ 8000 സംതിങ് ഉണ്ടായിരുന്നു. അബോഷനായി. പിന്നെ 2 മാസം കഴിഞ്ഞ് ഈ ഫെബ്രുവരിയിൽ 3rd ഡേ എംബ്രിയോസ് 3 എണ്ണം ട്രാൻസ്ഫർ ചെയ്തു. ആഫ്റ്റർ 2 വീക്സ് HCG 178 ഉണ്ടായിരുന്നു. ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ബട്ട് പിറ്റേ ദിവസം ചെറിയ ബ്ലീഡിംഗ് ആയി. HCG വാല്യൂ നോക്കിയപ്പോൾ 188. ഡോക്ടർ മെഡിസിൻസ് ഒക്കെ നിർത്താൻ പറഞ്ഞു, അതും പോയി. യൂട്രസ് ഒക്കെ ഓക്കെ ആണ്, വേറെ ഒരു പ്രോബ്ലവും ഇല്ല. എനിക്ക് ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്താ ഇങ്ങനെ ബ്ലീഡിങ്? ഇനിയൊരു സെറ്റ് എംബ്രിയോസ് കൂടി 2AA ക്വാളിറ്റി ഉള്ളത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്താൽ ബ്ലീഡിംഗ് ആകുമോ? 11 ഇയേഴ്സായി മാരേജ് കഴിഞ്ഞിട്ട്. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ മാം? ഒരുപാട് വിഷമത്തിലാണ്. ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ 188 HCG വാല്യൂ ഉള്ളപ്പോൾ മെഡിസിൻസ് എന്തിനാണ് എളുപ്പം സ്റ്റോപ്പ് ചെയ്യിച്ചത്? അതിന്റെ കാരണം എന്താണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. HCG വാല്യൂ ആദ്യം ചെയ്തപ്പോൾ 178-ൽ നിന്നും രണ്ടാമത് ചെയ്തപ്പോൾ HCG വാല്യൂ 188 ആയിട്ട് ഇൻക്രീസ് ആകുകയാണ് ചെയ്തിരിക്കുന്നത്, ഡിക്രീസ് അല്ല ആയിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്?
മെഡിസിൻസ് ആക്ച്വലി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു വേണ്ടത്. അപ്പോൾ എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യിച്ചതെന്ന് എന്തായാലും ഡോക്ടറോടൊന്ന് തിരക്കുക. പിന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ബ്ലീഡിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഇനിയും എന്താണ് എളുപ്പം ചെയ്യാൻ സാധിക്കുന്നത്, എമർജൻസി ആയിട്ട് ബ്ലീഡിങ് കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, എമർജൻസി ആയിട്ട് നമുക്ക് കഴിക്കാൻ ടാബ്ലറ്റ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ബ്ലീഡിങ് ഉണ്ടായാൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു വെക്കുക. അടുത്ത ചോദ്യമാണ്, IVF ട്രീറ്റ്മെന്റിൽ കാർഡ് ഇട്ട് നോക്കിയാൽ റിസൾട്ട് അറിയാൻ പറ്റുമോ? എൻ്റെ ചേച്ചിക്ക് ഇന്ന് HCG നോക്കിയപ്പോൾ നെഗറ്റീവാണ് കാണിച്ചത്. അപ്പോൾ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു നാളെ കാർഡ് ഇട്ട് നോക്കാൻ, പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ IVFൽ ബ്ലഡിൽ β-HCG നോക്കുന്നതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ്. അപ്പോൾ അത് നോക്കിയപ്പോൾ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എത്രയാണ് വാല്യൂ അത് അറിയണം, എന്നാൽ മാത്രമാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടോ എന്ന് പറയാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, എനിക്ക് 8 വീക്ക് 3 ഡേയ്സിലെ സ്കാനിങ്ങിൽ കുട്ടിക്ക് ഗ്രോത്തും ഹാർട്ട് ബീറ്റും വന്നിട്ടില്ല, നെക്സ്റ്റ് വീക്ക് ഒന്നുകൂടെ സ്കാനിങ് ഉണ്ട്, എനി ഹോപ്പ്. അപ്പോൾ 8 വീക്കും 3 ഡേയ്സും ആയതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം, ഒരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്കാനിങ്ങിൽ ചിലപ്പോൾ എല്ലാവർക്കും വരത്തില്ല, ചിലവർക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ എന്തായാലും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കാം. അടുത്ത ചോദ്യമാണ്, മാം എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം 26 വരേണ്ട പീരീഡ്സ് 17 ഉണ്ടായി, നല്ല ബ്രസ്റ്റ് പെയിൻ, ബ്രസ്റ്റ് ലൂസായി, പുറം വേദന, നെക്ക് പെയിൻ എല്ലാം ഉണ്ടായി. ബ്ലീഡിങ് വെറും 3 ഡേയ്സ് മാത്രമേ ഉണ്ടായുള്ളൂ, 5 ഡേയ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു 20 ഡേയ്സ് ആയിട്ടും ബ്രസ്റ്റ് പെയിൻ കുറച്ച് ഇപ്പോഴും ഉണ്ട്. നിപ്പിൾ അമർത്തിയപ്പോൾ പ്ലെയിൻ വാട്ടർ പോലെ 2-3 ഡ്രോപ്സ്, പിന്നീട് മിൽക്ക് പോലെ ലൈറ്റായിട്ട്, ബട്ട് നല്ല സ്റ്റിക്കിയാണ്, സ്മെൽ ഒന്നുമില്ല. കയ്യിൽ തേച്ച് പിടിപ്പിച്ചാൽ നല്ല ഷൈനിയാണ്. എപ്പോൾ അമർത്തുമ്പോഴും 2 ബ്രസ്റ്റിൽ നിന്നും ഇങ്ങനെ വരുന്നുണ്ട്. എന്തേലും ആവുമോ? 6 ഇയേഴ്സിന് മുമ്പ് ഡെലിവറി ഉണ്ടായിരുന്നു, അന്ന് TSH ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഡെലിവറി അത് മാറി. 1 ഇയറിന് മുൻപ് ഒരു അബോർഷൻ ഉണ്ടായി, 1.5 മാസം ആയിരുന്നു. എന്താവും മാം ഇത്? പേടിയായിട്ട് വയ്യ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടി ഇതിനകത്തുണ്ട്. അപ്പം നമ്മുടെ ബ്രസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും അമർത്തി നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രസ്റ്റ് നമ്മൾ അമർത്തി നോക്കുമ്പോൾ ഒരു ഫ്ലൂയിഡായിട്ട് ലൈറ്റായിട്ട് എന്തോ ഒരു കാര്യം അതിനകത്ത് നിന്ന് വരും. അത് നോർമൽ തന്നെയാണ്, അത് പേടിക്കാൻ ഒന്നുമുള്ള കാര്യമല്ല. അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട. പിന്നെ പ്രൊലാക്റ്റിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രൊലാക്റ്റിൻ്റെ വാല്യൂ നോർമൽ ആണ് എങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. പ്രൊലാക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടതായിട്ട് വരും, മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ മെഡിസിൻ എടുക്കുമ്പോൾ അത് നോർമൽ ആകും. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക. അടുത്ത ചോദ്യമാണ്, IVF ചെയ്തു 6 മന്തായി, ഡെലിവറി ഡേറ്റ് എന്നാകും? അപ്പം നമ്മുടെ ഡെലിവറി ഡേറ്റ് നോർമൽ പ്രഗ്നൻസിയെ പോലെ തന്നെ 9 മന്ത്സ് കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ അതോർത്ത് ടെൻഷൻ ആകണ്ട. IVF ആയതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നേരത്തെ CS ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത ചോദ്യമാണ്, ഫെബ്രുവരി 7 പീരീഡ്സ് ഡേറ്റ് ആയിരുന്നു, മാർച്ച് 4 β-HCG ചെക്ക് ചെയ്തു, 24.1 ആണ് വാല്യൂ. യൂറിൻ ടെസ്റ്റിൽ ചെറിയ ലൈൻ കാണിക്കുന്നുമുണ്ട്, പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. β-HCG 24.1, അതായത് വീക്ക്ലി പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ β-HCG ചെക്ക് ചെയ്ത് നോക്കുക, പോസിറ്റീവ് ആകാൻ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യമാണ്, ഐക്കൂറ ഫിഷ് കഴിക്കാമോ? അപ്പോൾ പ്രഗ്നൻസിയിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും മെർക്കുറി ലെവൽ ലോ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മെർക്കുറി ലെവൽ ഇല്ലാത്തതുമായ എല്ലാ ഫിഷസും തന്നെ സേഫ്ലി കഴിക്കാവുന്നതാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും പ്രഗ്നൻസിയിലും മെർക്കുറി ലെവൽ ഹൈ ആയിട്ടുള്ള ഒരു ഫിഷും തന്നെ കഴിക്കാൻ പാടില്ല. ഓൾറെഡി നമ്മൾ ഫിഷസ് ഏതൊക്കെയാണ് സേഫ്ലി നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിലും കഴിക്കാൻ പറ്റുന്ന എന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും നിങ്ങൾക്ക് ഓരോ ഫിഷസിനെ പറ്റിയിട്ടും പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യമാണ്, ചേച്ചി പീരീഡ് 16 ഇപ്പോൾ 21 ഡേയ്സ് ആയി, വയറിൻ്റെ ലെഫ്റ്റ് സൈഡ് വലിഞ്ഞു മുറുകുന്നുമുണ്ട്, മലർന്നു കിടക്കാൻ പറ്റുന്നില്ല, ബാക്ക് പെയിൻ ഉണ്ട്, വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പ്രഗ്നൻസി സിംറ്റം ആണോ ഇതൊക്കെ? നല്ല ക്ഷീണമാണ്. അപ്പോൾ പ്രഗ്നൻസി സിംറ്റം ആണോ എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുകയില്ല. പ്രഗ്നൻസിയിലും ഇങ്ങനത്തെയൊക്കെ സിംറ്റംസ് കാണാറുണ്ട്. അത് മാത്രമല്ല പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫിലും ഇങ്ങനത്തെയൊക്കെ സിംറ്റംസ് കാണാറുണ്ട്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെ പ്രഗ്നൻസി സിംറ്റംസ് ആണ് എന്ന് നമുക്ക് 100% കൺഫേം ആയിട്ട് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് പ്രഗ്നൻസി ഉറപ്പിക്കണമെങ്കിൽ, കൺഫേം ആക്കണമെങ്കിൽ നമ്മുടെ പീരീഡ്സ് മിസ് ആയതിനു ശേഷം നമ്മൾ ബീറ്റ HCG ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നുകിൽ ബ്ലഡിൽ ബീറ്റ HCG ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് പ്രഗ്നൻസി ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യമാണ്, എൻ്റെ ബീറ്റ HCG ടെസ്റ്റ് 23-നായിരുന്നു, അതിൽ വാല്യൂ 395 ഉണ്ടായിരുന്നു. പിന്നെ 27 ചെയ്തപ്പോൾ 1525 ആയി. 8 സ്കാനിങ് പറഞ്ഞു. ഇന്നലെ അപ്പോൾ സ്കാനിങ്ങിൽ കാണുന്നില്ല. ബീറ്റ HCG റിപ്പീറ്റ് ചെയ്തു, 75 ആയി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? പ്ലീസ് റിപ്ലൈ. അപ്പോൾ ബീറ്റ HCG 23 ചെയ്തപ്പോൾ 395, അതിനുശേഷം 27 ചെയ്തപ്പോൾ 1525. അപ്പോൾ ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. 8 സ്കാനിങ്ങിൽ ഒന്നും കാണുന്നില്ല. ഓക്കെ, പക്ഷേ ബീറ്റ HCG റിപ്പീറ്റ് ചെയ്തപ്പോൾ 75 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. ഒന്നുകിൽ ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് നടന്നു കാണുകയില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസി അൺഹെൽത്തി ആയിരിക്കും. അതുകൊണ്ടാണ് ബീറ്റ HCG കുറഞ്ഞു പോയത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒരു ബീറ്റ HCG കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്, ഞാൻ 8 വീക്ക് പ്രഗ്നൻ്റ് ആണ്. എൻ്റെ ഫസ്റ്റ് സ്കാനിങ് 6th വീക്കിലായിരുന്നു. അപ്പോൾ 85 ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് കുറവായതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തു. ബട്ട് അതിനുശേഷം കുട്ടി വളർന്നിട്ടില്ല. ഇന്ന് 8 വീക്കിൽ സ്കാൻ ചെയ്തപ്പോൾ നോ ഹാർട്ട് ബീറ്റ് ആൻഡ് വളർച്ച 6 വീക്കേ ഉള്ളൂ. അബോർഷൻ ചെയ്യേണ്ടി വരും എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ 8th വീക്കിൽ സ്കാനിങ് ചെയ്തപ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് നിന്നു പോയതാണ്. വളർച്ചയും കുറവാണ്. അപ്പോൾ ഇനിയും ഹാർട്ട് ബീറ്റ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അബോർഷൻ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ അത് പറയുന്ന എനിക്ക് സങ്കടമുണ്ട്. അപ്പോൾ അത് അനുഭവിക്കുന്ന നിങ്ങൾക്ക് എത്രമാത്രം സങ്കടമുണ്ട് എന്ന് ഊഹിക്കാൻ സാധിക്കും. പക്ഷേ നിവർത്തിയില്ല. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി അൺഹെൽത്തി ആയിരുന്നു. അപ്പോൾ അബോർഷൻ അല്ലാതെ വേറൊരു ഓപ്ഷനും നമ്മുടെ മുമ്പിലില്ല. അടുത്ത ചോദ്യമാണ്, ഹായ്, എൻ്റെ ഡെലിവറിക്ക് ശേഷം പീരീഡ്സ് ആകെ തെറ്റിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ പീരീഡ്സ് തെറ്റിയിട്ട് 8 ഡേയ്സ് കഴിഞ്ഞു. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവ് ആണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിൽ 25 ആണ് വാല്യൂ, നെഗറ്റീവ് ആണ്. ബട്ട് എന്തുകൊണ്ടാണ് പീരീഡ്സ് ആകാതെ? എനിക്ക് ഇതുവരെ ഇങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ഉണ്ടായത് കൊണ്ടാണോ പീരീഡ്സ് തെറ്റുന്നത്? ബേബി ചെറുതല്ലേ? നെഗറ്റീവ് ആയതുകൊണ്ട് ഹാപ്പി, പീരീഡ്സ് ശരിയാവാത്തത് കൊണ്ട് ടെൻഷനുമുണ്ട്. അപ്പോൾ ഡെലിവറിക്ക് ശേഷം പീരീഡ്സ് തെറ്റിയിട്ട് വരുന്നത് വളരെ നോർമൽ ആണ്. അപ്പോൾ ബ്ലഡിൽ ബീറ്റ HCG ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, വാല്യൂ 25 ആണെന്ന് പറഞ്ഞില്ലേ, അത് നെഗറ്റീവ് അല്ല. വാല്യൂ 25 എന്ന് പറയുന്നത് നമുക്ക് കൺഫേം ആയിട്ട് പോസിറ്റീവ് ആണെന്നും പറയാൻ സാധിക്കുകയില്ല. വീക്ക്ലി പോസിറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. വാല്യൂ ഇൻക്രീസ് ആകുന്നുണ്ട് എങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. ഇനി വാല്യൂ ഡിക്രീസ് ആകുകയാണ് ചെയ്യുന്നതെങ്കിൽ പ്രഗ്നൻസി നെഗറ്റീവ് ആണ്. അപ്പോൾ പീരീഡ്സ് ആകാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. വാല്യൂ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.